കുക്കിംഗ് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനുമൊക്കെ പാലപ്പത്തിനുമൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. ചിക്കൻ കഴുകി കഷ്ണങ്ങളാക്കിയത്, ചെറുതാക്കി ഒരു മീഡിയം സൈസ് കഷ്ണങ്ങളാക്കിയത് 1/2 കിലോ. സവാള 3 മീഡിയം സൈസിൻ്റെ സവാള കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ തക്കാളി 2 എടുത്തിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുത്തതാണ്. ഇനി ഇത് അരച്ചെടുക്കണം. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു 3 ടീസ്പൂൺ എടുക്കണം. പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂണും മല്ലിപ്പൊടി 6 ടീസ്പൂൺ, ഗരം മസാല 2.5 ടീസ്പൂൺ. പിന്നെ അണ്ടിപ്പരിപ്പ്, ഇത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതും പേസ്റ്റാക്കി അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഉപ്പ് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, പച്ചമുളക് 2 എണ്ണം, മല്ലിയില ഒരു 1/2 കപ്പ്, പിന്നെ കറിവേപ്പില, വെളിച്ചെണ്ണ. ഇത്രയാണ് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ വെള്ളം 1 കപ്പ്. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. തീയ് നന്നായിട്ട് കുറച്ചിടുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇതൊരു 1/2 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള നല്ല ബ്രൗൺ കളറാവണം, അതുവരെ വഴറ്റണം. ആ സമയം നമുക്ക് തക്കാളി അരച്ചെടുക്കാം. പിന്നെ കശുവണ്ടിയും വെള്ളത്തിലിട്ടത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. സവാള ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം. സവാള പാകത്തിന് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇതിൽ 2 ടീസ്പൂൺ മുളക് പൊടിയിൽ 1.5 ടീസ്പൂൺ കാശ്മീരിയും 1/2 ടീസ്പൂൺ സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. അതിലേക്ക് ഗരം മസാല 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കി ചിക്കൻ ഇട്ടതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഗരം മസാല വീട്ടിൽ പൊടിച്ചതാണ്. അതിലേക്ക് ഗ്രാമ്പൂ, ജാതിക്ക, കറുവപ്പട്ട, പെരുംജീരകം, പിന്നെ കുരുമുളക്, തക്കോലം ഇത്രയും ചേർത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചെറിയ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. പിന്നെ 3/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഈ മസാല നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം വറ്റിച്ചെടുക്കുക. ഗ്രേവി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ബാക്കിയുള്ള ഗരം മസാലയും കൂടെ ചിക്കൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് ഗ്രേവി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. ഏകദേശം 20 മുതൽ 30 മിനിറ്റ് വരെ വേവ് ഉണ്ടായിരിക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം. ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രേവിയൊക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്ത് കശുവണ്ടി അരച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ, ഒരു 1/2 കപ്പ് ചെറിയ ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ഇളക്കിയിട്ട് നന്നായിട്ട് തിളപ്പിക്കും. ചിക്കൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ മസാലയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു നുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കിയ ശേഷം 5 മിനിറ്റ് തീ ഓഫ് ചെയ്ത് മൂടി വയ്ക്കുക.
അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള കറിയാണ്, തേങ്ങാപ്പാലൊന്നും ചേർത്തിട്ടില്ല. പൊറോട്ട, ചപ്പാത്തി, വെള്ളയപ്പം ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണിത്. കുട്ടികൾക്കും അധികം എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്.